Hello everyone, welcome back to Bridge course from Universal Institute. നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മാത്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് സെറ്റ്, അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ്, അതിൽ സബ്സെറ്റ് എന്താണ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പറഞ്ഞ ഇൻ്റർവെൽ എന്താണ്, യൂണിവേഴ്സൽ സെറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. റൈറ്റ് ഡൗൺ ഓൾ ദ സബ്സെറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. സോ അതിൽ ആദ്യത്തെ നമ്പർ 1 എന്ന് പറയുന്നത് ഈ കാണുന്ന സെറ്റ്, അതിനകത്ത് ഒരേ ഒരു എലമെന്റേ ഉള്ളൂ. ഡെഫിനറ്റ്ലി അതിൽ ആദ്യത്തെ സബ്സെറ്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. രണ്ടാമത്തത്, നമുക്ക് ഇതിലെ ഓരോ എലമെന്റുകളെ എടുത്ത് സബ്സെറ്റുകളാക്കി മാറ്റാം. ഈ കാണുന്നതിൽ ആകെ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, ഇത് അതിന്റെ സബ്സെറ്റ് ആണെന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ എലമെന്റ്സും അവിടെ ഉണ്ട്. ഇനി കൂടുതൽ സബ്സെറ്റുകളൊന്നും ഫോം ചെയ്യാനില്ല. 5ഉം ആ സെറ്റും തന്നെയാണ്. ഒരു സിംഗിൾട്ടൺ സെറ്റിന്റെ, ഒരു എലമെന്റ് മാത്രമുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് സിംഗിൾട്ടൺ സെറ്റ്. ഒരു സിംഗിൾട്ടൺ സെറ്റിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് 5 ആൻഡ് ദ സെയിം സെറ്റ് ഇറ്റ്സെൽഫ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തേന്റെയോ, രണ്ടാമത്തിൽ 2 എലമെന്റ്സ് ഉണ്ട്. അഗൈൻ അവിടെയും ആദ്യത്തെ സബ്സെറ്റ് എന്ന് പറയുന്നത് 5. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് എ എഴുതാം, അതുപോലെ തന്നെ സെറ്റ് ബി എഴുതാം. അത് കഴിഞ്ഞ ശേഷം പിന്നെ നമുക്ക് 2 എലമെന്റ്സിന്റെ കോമ്പിനേഷൻ വരുന്നത് സെറ്റ് എ കോമ ബി. ഇത് തന്നെയാണല്ലോ ആ സെറ്റ്. സോ അപ്പൊ ഇതിൽ കൂടുതൽ എഴുതാനൊന്നുമില്ല. സോ അവിടെ 4 സബ്സെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഇത് അതേ സെറ്റ് തന്നെയാണ്. ബാക്കി ഈ 2 5ഉം, ഇതാണ് ഈ 3 നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് വിളിക്കുന്നത്. എന്താ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ? ആ സെറ്റിന് ഈക്വൽ ആവാത്ത സബ്സെറ്റ്. ഈ കാണുന്ന സെറ്റ് ഒറിജിനൽ സെറ്റിന് ഈക്വൽ ആണ്. അതുകൊണ്ട് അവിടെ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഈ കാണുന്ന 3 പ്രോപ്പർ സബ്സെറ്റ്. തേർഡ് കേസ് 3 എലമെന്റ്സ് ഉണ്ട്, 1 2 3. സോ അവിടെ ആദ്യത്തെ സബ്സെറ്റ് 5 ഇറ്റ്സെൽഫ്. രണ്ടാമത്തിൽ നമുക്ക് ഓരോ എലമെന്റ്സ് യൂസ് ചെയ്ത് സബ്സെറ്റുകൾ ഉണ്ടാക്കാം. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3. ഓരോ എലമെന്റ്സിന്റെ കഴിഞ്ഞു. ഇനി 2 എലമെന്റ്സിന്റെ കോമ്പിനേഷൻസ് എടുക്കാം. സെറ്റ് 1, 2, സെറ്റ് 1, 3, സെറ്റ് 2, 3. 3 എലമെന്റ്സേ ഉള്ളൂ. 2 കോമ്പിനേഷൻ നമുക്ക് 3 കേസ് എടുക്കാം. 1 2, 1 3, 2 3. ഓക്കെ, ഇതിന്റെ ഓർഡർ മാറ്റിക്കഴിഞ്ഞാൽ യാതൊരു മാറ്റം വരാൻ പോകുന്നില്ല. 3 2 എന്ന് പറയുന്നതും 2 3 എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. സെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓർഡറിനോ അതിൽ ഈ കാണുന്ന നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനോ ഒന്നും യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. ഒന്നും കൂടെ നമുക്ക് ഉണ്ടാക്കാം. അത് ഏത് തന്നെയാണ്? സെറ്റ് 1, 2, 3. അതാ കാണുന്ന സെറ്റ് തന്നെയാണ്. നമുക്ക് എത്ര സബ്സെറ്റുകൾ കിട്ടി നോക്കിയേ? 5, സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 3, സെറ്റ് 1 2, സെറ്റ് 1 3, സെറ്റ് 2 3, സെറ്റ് 1 2 3. സോ ടോട്ടൽ നമുക്ക് 8 സബ്സെറ്റ്സ് കിട്ടിയിട്ടുണ്ട്. റെഡിയാണോ? ആൻഡ് ദ ലാസ്റ്റ് വൺ, ഫോർത്ത് വൺ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. അപ്പൊ നൾ സെറ്റിനെ സംബന്ധിച്ചിടത്തോളം നൾ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ്. 5 തന്നെ സബ്സെറ്റ് ആണ്. ആൻഡ് എ സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. അവിടെ നമുക്ക് പ്രത്യേകം എഴുതാനൊന്നുമില്ല, അത് അതേ സംഭവം തന്നെയാണ്. ഇനി ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിൽ എത്ര എലമെന്റ്സ്? ഇവിടെ എലമെന്റ്സിന്റെ എണ്ണം 1, ഇവിടെ എലമെന്റ്സിന്റെ എണ്ണം 2, ഇവിടെ എലമെന്റ്സിന്റെ എണ്ണം 3, ഇവിടെ എലമെന്റ്സിന്റെ എണ്ണം 0. അവയുടെ സബ്സെറ്റുകളുടെ എണ്ണം നോക്കി. സബ്സെറ്റുകളുടെ എണ്ണം എത്രയാ? ഇവിടെ 2 സബ്സെറ്റ്, ഇവിടെ സബ്സെറ്റുകളുടെ എണ്ണം 4. ഇവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, അവിടെ സബ്സെറ്റുകളുടെ എണ്ണം 8, ഇവിടെ സബ്സെറ്റുകളുടെ എണ്ണം 1. ഈ കാണുന്ന നമ്പേഴ്സിനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2:1. ഒരു എലമെന്റ് ആണെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2:1. 2 എലമെന്റ് ആണെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2:2, അതാണ് 4. 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2:3, അതാണ് 8. 0 എലമെന്റ്സ് ആണെങ്കിൽ സബ്സെറ്റുകളുടെ എണ്ണം 2:0, അതാണ് 1. റെഡിയാണോ? ഇഫ് എ സെറ്റ് ഹാസ് n elements or m elements, then the number of subsets of that set is equal to 2:m. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതാം. If n of a is equal to m, എന്താ n of a എന്ന് പറഞ്ഞാൽ number of elements in the set A, then the number of subsets
subsets A has is 2 raised to m. Aയിൽ m elements ഉണ്ടെങ്കിൽ അതിൽ 2 raised to m subsets ഫോം ചെയ്യാം, ഇൻക്ലൂഡിംഗ് 5 ആൻഡ് ദ സെറ്റ് ഇറ്റ് സെൽഫ്. റെഡി ആണോ? സോ അതൊരു റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ക്ലിയർ? സോ അടുത്ത ഹോംവർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ കാണുന്ന റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റുകളെ ഇന്റർവൽ ആക്കി എഴുതണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, x such that set of all x such that x element of r റിയൽ നമ്പർ ആണ്, -4 less than x less than or equal to 6 എന്ന് പറഞ്ഞാൽ -4 മുതൽ 6 വരെ, അതിൽ -4ന്റെ അവിടെ ഓപ്പൺ, 6ന്റെ അവിടെ ക്ലോസ്ഡ്. അടുത്തത് x such that x element of r -12 x less than x less than -10, so it's between -12 and -10, അതിൽ രണ്ട് സൈഡും ഓപ്പൺ. ഓക്കെ. തേർഡ് വൺ, set of all x such that x element of r 0 less than or equal to x less than 7, it's in between 0 and 7, less than or equal to 0 less than or equal to x എന്ന് പറഞ്ഞാൽ അവിടെ ക്ലോസ്ഡ്, 7ന്റെ അവിടെ ഓപ്പൺ. Okay, and in this case set of all x such that x element of r 3 less than or equal to x less than or equal to 4, it's in between 3 and 4, രണ്ട് സൈഡിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, ദാറ്റ് മീൻസ് ദാറ്റ്സ് എ ക്ലോസ്ഡ് ഇന്റർവെൽ. റെഡി ആണോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ. സോ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്ന ഹോംവർക്ക് ക്വസ്റ്റ്യൻസ്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുന്നു. സോ ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക ടോപ്പിക്കുമായിട്ടാണ്. ദാറ്റ് ഈസ് നോൺ ആസ് വെൻ ഡയഗ്രം. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ സെറ്റിലെ എല്ലാ റിലേഷൻഷിപ്പുകളും സബ്സെറ്റ്, എലമെന്റ് എന്നൊക്കെ പറഞ്ഞില്ലേ, എലമെന്റ് ഓഫ് അല്ലെങ്കിൽ ബിലോങ്സ് ടു എ സെറ്റ്, അതുപോലെ തന്നെ എ ഇസ് എ സബ്സെറ്റ് ഓഫ് ബി, നോട്ട് എ സബ്സെറ്റ് ഓഫ് ബി എന്നൊക്കെ പറഞ്ഞ ഈ പറയുന്ന റിലേഷൻഷിപ്പുകളും യൂണിവേഴ്സൽ സെറ്റ്, ഇതെല്ലാം നമുക്ക് ചില ഡയഗ്രംസ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് all these relationship can be, most of these relationships can be represented by means of a closed diagrams. Okay, most of the relations between sets can be represented by Venn diagrams. സയന്റിസ്റ്റിന്റെ പേരാണ് വെൻ. ഓക്കെ. സോ വെൻ ഡയഗ്രംസ് ഇൻക്ലൂഡ് rectangles and closed curves. Closed ആയിട്ടുള്ള curves. Curve എന്ന് പറയുമ്പോൾ യൂഷ്വലി സർക്കിൾസ്. ഓക്കെ. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ആണ് ഏറ്റവും ബെസ്റ്റ്. സോ നമ്മൾ ഒരു 2-3 സെറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാം. ലെറ്റ്സ് സേ സെറ്റ് എ, the elements are 1, 2. Set B has elements 2, 3, 4, 5. Okay. And set C has elements 1, 2, 3. And let's say set D has elements 8, 9. ഇവിടെ നമ്മൾ യൂസ് ചെയ്തുള്ള നമ്പേഴ്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓക്കെ 4 സെറ്റുകളാണ് നമുക്ക് ഡീൽ ചെയ്യാൻ. ഈ 4 സെറ്റേ ഉള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിനൊക്കെ ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന, ഇതിന്റെ നമ്പേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഏത് എടുക്കാം, നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. തൽക്കാലം നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ഈ കാണുന്ന എല്ലാ എലമെന്റ്സ് ഉണ്ടായാൽ പോരെ. സോ ലെറ്റ്സ് സേ ദ യൂണിവേഴ്സൽ സെറ്റ് U is ആ നമ്പേഴ്സ് 1, 2, 3, 4, 5, 6, 7 ഇല്ല, 8, 9 ഉണ്ട്. ലെറ്റ്സ് സേ നമുക്ക് 10 വരെയുള്ള നമ്പേഴ്സ് അങ്ങ് എടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഈ കാണുന്ന സെറ്റ്സ് എല്ലാം കൂടെ നമ്മൾ ഒരു ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന വെൻ ഡയഗ്രംസ് ഇൻക്ലൂഡ് യൂഷ്വലി റെക്ടാംഗിൾസ്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെക്ടാംഗിൾസ് ആയിട്ടാണ്
മാർക്ക് ചെയ്യാറുള്ളത്. അതായത് നമ്മൾ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ആ കാണുന്ന റെക്റ്റാങ്കിൾ ആണ് യൂണിവേഴ്സൽ സെറ്റ്. അത് യൂണിവേഴ്സൽ സെറ്റ് ആണ് എന്നതിന്റെ യു നമ്മൾ അതിന്റെ അവിടുത്തെ എവിടെയെങ്കിലും ആയിട്ട് മാർക്ക് ചെയ്യും. ഇനി ഈ കാണുന്ന യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 10 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്, നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്. സോ അത് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്നു, 1 to 10. So let's say this is 1 2 3 4 5 6 7 8 9 10. ഈ നമ്പേഴ്സ് എവിടെയും നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, സോ 1 മുതൽ 10 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന സെറ്റുകളെ ABCD എന്ന് പറയുന്ന സെറ്റുകളെ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് കർവ്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാറുള്ളത്. യൂഷ്വലി അത് സർക്കിൾസ് ആവും. ഓക്കെ, സോ അപ്പൊ ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് A എന്ന് പറയുന്ന സെറ്റ്, അതിൽ 1 2 എന്ന് പറയുന്ന എലമെന്റ്സ് ആണുള്ളത്. സോ അതിനു വേണ്ടി നമ്മൾ ഒരു സർക്കിൾ ചൂസ് ചെയ്യുന്നു. ആ കാണുന്ന സർക്കിള് ഈ കാണുന്ന 1ഉം 2ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന സർക്കിൾ. റെഡിയാണോ? 1ഉം 2ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന സർക്കിൾ. ഈ കാണുന്ന സർക്കിൾ ആണ് ബേസിക്കലി സെറ്റ് A എന്ന് പറയുന്നത്. സോ അതിനെ നമുക്ക് A എന്ന് ഡിനോട്ട് ചെയ്യാം. Let's say this is set A. സോ അതിലുള്ള എലമെന്റ്സ് അല്ല, അതുകൊണ്ട് ഞാൻ ഒരു ഡിഫറെന്റ് കളർ ചൂസ് ചെയ്യുന്നു. Let's say this is set A. ഓക്കെ, അടുത്ത സെറ്റ് B എന്ന് പറയുന്നത് 2 3 4 5 ആണ്. 2 3 4 5 നിങ്ങൾ കാണുന്നുണ്ടല്ലോ. സോ അതിനു വേണ്ടി നമുക്ക് വേറെ ഒരു സർക്കിൾ വരയ്ക്കാം, ഒരു ഡിഫറെന്റ് കളറിൽ. 2 3 4 5 ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സർക്കിൾ. 2 3 4 5 ഇൻക്ലൂഡ് ചെയ്യുന്ന സർക്കിൾ. ഈ കാണുന്ന സർക്കിൾ ആണ് ഏത്? സെറ്റ് B എന്ന് പറയുന്നത്. സോറി, ഇതാണ് സെറ്റ് B എന്ന് പറയുന്നത്. ആ റെഡ് കളറിൽ മാർക്ക് ചെയ്തുള്ള സർക്കിൾ ആണ് സെറ്റ് B എന്ന് പറയുന്നത്. 2 3 4 5. ഓക്കെ, ഇനി C എന്ന് പറയുന്ന സെറ്റിൽ 1 2 and 3 ആണുള്ളത്. 1 2 3 നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ നമുക്ക് ഒരു സർക്കിളും കൂടെ വരയ്ക്കണം. ഇത് എപ്പോഴും സർക്കിൾ ആവണം നിർബന്ധമൊന്നുമില്ല. നമ്മുടെ സൗകര്യം പോലെ ക്ലോസ്ഡ് ഫിഗർ ആയാൽ, ക്ലോസ്ഡ് കർവ് ആയാൽ മാത്രം മതി. സോ അതൊരു വൃത്തിക്ക് വേണ്ടി നമ്മൾ എപ്പോഴും സർക്കിൾസ് ആണ് ചൂസ് ചെയ്യാറുള്ളത് എന്ന് മാത്രം. സോ നമ്മൾ ഒരു സർക്കിളും കൂടെ വരയ്ക്കുന്നു, വിച്ച് ഇൻക്ലൂഡ്സ് 1 2 and 3. സോ 1ഉം 2ഉം 3ഉം ഇൻക്ലൂഡ് ചെയ്യുന്നത് ഈ കാണുന്ന സർക്കിൾ. വണ്ണും 2ഉം 3ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന ആ വലിയ സർക്കിള്, അതിന് നമുക്ക് C എന്ന് പേര് കൊടുക്കാം. അതാണ് C. റെഡിയാണോ? ABC എന്ന് പറയുന്ന സെറ്റുകൾ നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി D എന്ന് പറയുന്ന സെറ്റിൽ 8ഉം 9ഉം മാത്രമാണുള്ളത്. സോ അതിനെ ഞാൻ ഈ സർക്കിൾ ഒന്നും വരയ്ക്കാൻ പോകുന്നില്ല. നമുക്ക് ഇങ്ങനെയും സെറ്റുകളെ മാർക്ക് ചെയ്യാം. അത് എന്ത് മാത്രം ആയാൽ മതി, അതൊരു ക്ലോസ്ഡ് ഫിഗർ ആയാൽ മാത്രം മതി. അതിന്റെ പേരാണ് D. സോ ഇവിടെ നിന്നും കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ശ്രദ്ധിച്ചേ, സെറ്റ് A, സെറ്റ് C, സെറ്റ് B ആൻഡ് സെറ്റ് D. ഇതില് എയിലുള്ള എല്ലാ എലമെന്റ്സും സിയിലുണ്ടല്ലോ. എയിലുള്ള എലമെന്റ്സ് 1ഉം 2 അല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. A is a subset of C. A സിയുടെ സബ്സെറ്റ് ആണ്. ഇതെല്ലാം യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണ്, നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, അത് വേണ്ട. പക്ഷെ A സിയുടെ സബ്സെറ്റ് ആണ് എന്ന് നമുക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. നോക്കിയേ, A എന്ന് പറയുന്ന ചെറിയ സർക്കിള്, ഓക്കെ, അതിനെ മൊത്തത്തിൽ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സർക്കിൾ ആണ് C എന്ന് പറയുന്നത്. അതുകൊണ്ട് എയിലുള്ള എല്ലാ എലമെന്റ്സും എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം, സിയിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി വേറെ ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 1 2 എന്ന് പറയുന്ന എലമെന്റ്, 2 is an element of A. 2 is also an element of B. 2 is also an element of B. 2 is also an element of C. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആ കാണുന്ന 3 സർക്കിളിലും കൂടെ പെടുന്ന ഭാഗമാണ് ഈ 2 എന്ന് പറയുന്ന എലമെന്റ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ വെച്ച് മനസ്സിലാക്കിയെടുക്കാം. പലപ്പോഴും ഈ നമ്പേഴ്സ് ഇതെല്ലാം ഇവിടെ ഉണ്ടോ എന്ന് നോക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഫിഗർ കണ്ടാൽ മനസ്സിലാവും ഈ ചെറിയ സർക്കിളിന് പുറത്തല്ലേ വലുത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വലിയ സെറ്റ് സിയുടെ സബ്സെറ്റ് ആണ് A എന്ന് പറയുന്ന സെറ്റ്. ഇനി ബിയും സിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ബിയിലുള്ള എലമെന്റ്സ് 2 3, സിയിലുള്ള എലമെന്റ്സ് 2 3, അത് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഈ കാണുന്ന രണ്ട് ബിയും സിയും, ഈ കാണുന്ന ബി സി എന്ന് പറയുന്ന സെറ്റുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന റീജിയനിൽ വരുന്ന എലമെന്റ്സ് ആണ് 2ഉം 3ഉം. സോ ഈ വക ഇൻഫർമേഷൻസ് നമ്മൾ സെറ്റിലെ നമ്പേഴ്സും കാര്യങ്ങളും നോക്കി മനസ്സിലാക്കുന്നതിനേക്കാളും
കുറേയും കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം യൂസിങ് എ വെൻ ഡയഗ്രം. സോ അതാണ് വെൻ ഡയഗ്രം എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ആപ്ലിക്കേഷൻസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വെൻ ഡയഗ്രം യൂസ് ചെയ്യും. നിങ്ങൾ മാത്സ് പഠിക്കാത്ത ആളുകളാണെങ്കിൽ പോലും കുറച്ചങ്ങ് കഴിഞ്ഞാൽ പല കാര്യങ്ങളെയും റെപ്രസെന്റ് ചെയ്യാൻ, ഈ പറയുന്ന കളക്ഷൻസിനൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് വെൻ ഡയഗ്രം യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഈവൻ ഫിസിക്സിലെ ലോജിക് സർക്യൂട്ട്സ് പോലെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ വെൻ ഡയഗ്രത്തെ യൂസ് ചെയ്യാറുണ്ട്. ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റീസണിങ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ് മാത്സ് തന്നെ ഉണ്ട്. അവിടെയൊക്കെ നമുക്ക് വെൻ ഡയഗ്രംസ് യൂസ്ഫുൾ ആയിട്ട് വരും. റെഡിയാണോ? അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് സെറ്റ്സിന്റെ ഓപ്പറേഷൻസിലേക്കാണ്. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ്. എന്താണ് ഈ ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ നമ്പേഴ്സ് കുറച്ച് പഠിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ നമ്പേഴ്സ് ആഡ് ചെയ്യാൻ പഠിക്കും. അതുപോലെ തന്നെ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ പഠിക്കും. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിക്കും, ഡിവൈഡ് ചെയ്യാൻ പഠിക്കും. അതിൽ തന്നെ ഈ കാണുന്ന നാച്ചുറൽ നമ്പേഴ്സ് കഴിഞ്ഞ് നെഗറ്റീവ് നമ്പേഴ്സ് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുമ്പോൾ, നെഗറ്റീവ് നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ അഡീഷൻ എങ്ങനെയാണ്, സബ്ട്രാക്ഷൻ എങ്ങനെയാണ്, മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഡിവിഷൻ എങ്ങനെ ചെയ്യണം, നെഗറ്റീവും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് വരും. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ റാഷണൽ നമ്പേഴ്സ്, അതായത് ഫ്രാക്ഷൻസ് പോലുള്ള നമ്പേഴ്സ് 1/2, 1/3 അങ്ങനെയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്പേഴ്സിന്റെ കേസിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പേഴ്സ് ആണെങ്കിൽ അതിനൊക്കെ നമുക്ക് അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ എന്ന് പറയുന്ന തരത്തിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. നമ്മൾ നമ്പേഴ്സ് എന്നുള്ളത് വിട്ടിട്ട് ഒരു പുതിയ ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണ് ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഏത്? സെറ്റ്സ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. ആ കാണുന്ന കളക്ഷൻസിൽ അഥവാ സെറ്റുകളിലും ഈ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഉണ്ട്. അഡീഷൻ, സബ്ട്രാക്ഷൻ ഒന്നുമല്ല, അതൊക്കെ നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ ആണ്. ഇവിടെ നമുക്കുള്ള ഓപ്പറേഷൻസ് മേജർ ആയിട്ട് ഞാൻ തൽക്കാലം 3 പറയുന്നുള്ളൂ. 1-2 കേസുകളും കൂടെ നിങ്ങൾക്ക് മാത്സ് ക്ലാസ്, ആക്ച്വൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഓപ്പറേഷൻസ്. ഫസ്റ്റ് വൺ, യൂണിയൻ ഓഫ് സെറ്റ്സ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് യൂണിയൻ എന്ന് പറഞ്ഞാൽ. കമ്പൈൻ ചെയ്യാം. അഥവാ നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് കടക്കാം. ലെറ്റ് A and B be any two sets. എയും ബിയും ഏതോ 2 സെറ്റുകൾ ആയിക്കോട്ടെ. The union of sets A and B, the union of sets A and B is the set. സെറ്റ് എയും ബിയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു സെറ്റ് ആണ്. Is the set which contains all the elements in A, also all the elements in B. അതായത് യൂണിയൻ എന്ന് പറയുന്നത് ഒന്നുമല്ല, എയിലുള്ള എലമെന്റ്സും ബിയിലുള്ള എലമെന്റ്സും എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു വലിയ സെറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിന്റെ യൂണിയൻ എന്ന് വിളിക്കുന്നത്. സോ ഈ കാണുന്ന യൂണിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത്, ദിസ് ഈസ് ഡിനോട്ടഡ് ബൈ എ യൂണിയൻ ബി. ക്യാപിറ്റൽ യു അങ്ങനെ ഇട്ട പോലെ ഉണ്ടാവും യൂണിയൻ എന്ന് പറയുന്നത്. അത് ആക്ച്വലി യു അല്ല, ആ സിമ്പിള് നമ്മൾ സബ്സെറ്റിന് ഇങ്ങനെ ഇടുന്ന പോലത്തെ ഒരു സിമ്പിള് തിരിച്ചു വെച്ചതാണ്. ഓക്കെ, സോ ഇത് വായിക്കേണ്ടത് എങ്ങനെയാണ്? ഇത് വായിക്കേണ്ടത് എ യൂണിയൻ ബി എന്നാണ് വായിക്കേണ്ടത്. എ യു ബി എന്നൊന്നും വായിക്കരുത്. ഇത് വായിക്കേണ്ടത് എ യൂണിയൻ ബി. ഇതാ നമ്മളിതാ എ പ്ലസ് ബി എന്ന് വായിക്കുന്ന പോലെ ഈ കാണുന്ന സിമ്പലിനെ വായിക്കേണ്ടത് പ്ലസ് എന്നാണ്. സോ സിമിലർലി ഈ കാണുന്ന യു പോലെ കിടക്കുന്ന ആ സിമ്പലിനെ വായിക്കേണ്ടത് യൂണിയൻ എന്നാണ്. സോ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിന്റെ പ്രത്യേകത എന്താണ്? അടുത്തതായിട്ട് ഈ കാണുന്ന യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ചില പ്രോപ്പർട്ടീസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. പ്രോപ്പർട്ടീസ് ഓഫ് യൂണിയൻ. First one, A union B and B union A. എയും ബിയും കൂടെ യൂണിയൻ എടുക്കുന്നതും ബിയും എയും കൂടെ യൂണിയൻ എടുക്കുന്നതും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാവുമോ? അതായത് നമുക്ക് വെൻ ഡയഗ്രം വരച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഈ കാണുന്നത് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. 2 സെറ്റുകളുണ്ട്, എ ആൻഡ് ബി. എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ കാണുന്ന എൻ്റെ റീജിയൻ ആണ്. ഞാനത് ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്നു. ഓക്കെ,
ഈ കാണുന്നത് എയും ബിയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും, ഇനി ബി ആണ് ആദ്യം കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബിയും എയും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാലും ഇതിന് വല്ല ചേഞ്ചും ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണ്. ഇങ്ങനെ രണ്ട് ഓപ്പറേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ആ കാണുന്ന എയുടെയും ബിയുടെയും പൊസിഷൻസ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ചേഞ്ചസ് ഇല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേറ്റിവിറ്റി. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് പറയും. സാധാരണ അഡീഷൻ ഒക്കെ 1 + 2 = 3, 2 + 1 is also equal to 3. ഓക്കെ, സോ അതാണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രോപ്പർട്ടി, എ യൂണിയൻ ബി യൂണിയൻ സി. എയും ബിയും കൂടെ ആദ്യം നമ്മൾ യൂണിയൻ എടുത്തു, അതിന്റെ കൂടെ മൂന്നാമതൊരു സെറ്റ് കൂടെ യൂണിയൻ എടുത്തു. നമ്മൾ അതിന്റെ ഓർഡർ ഒന്ന് മാറ്റി, എ യൂണിയൻ ബി യൂണിയൻ സി ആക്കി. എന്ന് വെച്ചാൽ ബിയും സിയും കൂടെ ആദ്യം യൂണിയൻ എടുത്തു, എന്നിട്ട് എ അതിന്റെ കൂടെ യൂണിയൻ എടുത്തു. അങ്ങനെ വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ട് യാതൊരു ചേഞ്ചും വരില്ല. കാരണം അവസാനം എന്താ ഉണ്ടാവുക? അവസാനം എയിലെയും ബിയിലെയും സിയിലെയും എലമെന്റ്സ് എല്ലാം കൂടെ കമ്പൈൻ ചെയ്തൊരു സെറ്റല്ലേ കിട്ടാൻ പോകുന്നത്. അത് ഈ ഓർഡറിനനുസരിച്ച് വല്ല മാറ്റം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ട് ഇതും ഈക്വൽ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് അസോസിയേറ്റിവിറ്റി, അസോസിയേറ്റീവ് ലോ എന്ന് പറയും. അതും സിമ്പിൾ ആണ്. തേർഡ് വൺ, വാട്ട് ഈസ് എ യൂണിയൻ ഫൈ? എയും ഫൈ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. രണ്ടും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഫൈ എന്ന് പറയുന്ന നൾ സെറ്റിൽ വല്ലതുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല, ആ എലമെന്റ്സ് പ്രത്യേകിച്ച് ആഡ് ചെയ്യാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എയിലെയും ഫൈയിലെയും എലമെന്റ്സ് കമ്പൈൻ ചെയ്താൽ അത് എയിലെ എലമെന്റ്സ് തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. റെഡിയാണോ? അടുത്തത് എ യൂണിയൻ എ. സെറ്റ് എയും വീണ്ടും എയും കൂടെ നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് അഡീഷണൽ ആയിട്ട് വല്ലതും വരുന്നുണ്ടോ? സെറ്റ് എയിലെ എലമെന്റ്സ്, വീണ്ടും സെറ്റ് എയിലെ എലമെന്റ്സ്, ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതും സെറ്റ് എയിലെ എലമെന്റ്സ് തന്നെയാണ്. സോ എ യൂണിയൻ എ ഈസ് ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. ഒരു കേസും കൂടെ പറഞ്ഞ് നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം. എ യൂണിയൻ യു മീൻസ് യൂണിവേഴ്സൽ സെറ്റ്. ഇവിടുത്തെ സിറ്റുവേഷൻ നോക്കിയാൽ മതി. എയും യൂണിവേഴ്സൽ സെറ്റും കൂടെ അങ്ങ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് അല്ലേ എ എന്ന് പറയുന്നത്. സോ യൂണിവേഴ്സൽ സെറ്റുമായിട്ട് അത് യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ എലമെന്റ്സും അതിൽ വരും. ഇത് എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് യൂണിവേഴ്സൽ സെറ്റ്. റെഡിയാണോ? ഈ കാണുന്നതൊക്കെ യൂണിയൻ എന്ന് പറയുന്ന ഓപ്പറേഷന്റെ ചില പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, സോ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കടക്കുന്നു. ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ. സെറ്റ്സിലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് എ ആൻഡ് ബി ബി എനി ടു സെറ്റ്സ്. ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബിയും ഏതെങ്കിലും രണ്ട് സെറ്റ് ആയിക്കോട്ടെ. ദെൻ the intersection of the sets of the sets A and B is the set which contain the common elements of A and B. എന്താണ്? എയും ബിയും ഏതെങ്കിലും രണ്ട് സെറ്റ് ആയിക്കോട്ടെ. Then the intersection of the sets A and B, എയും ബിയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ is the set. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പുതിയൊരു സെറ്റ് ആണ്. ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്നത് പുതിയൊരു സെറ്റ് ആണ്. is set which contain the common elements of A and B. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് കളക്ട് ചെയ്ത് നമ്മൾ ഒരു സെറ്റ് ഫോം ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർസെക്ഷൻ. റെഡിയാണോ? ഈ കാണുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിള് ഇതാണ്. ഇത് വായിക്കേണ്ടത് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി എന്നാണ് അതിനെ വായിക്കേണ്ടത്. യു തിരിച്ചിട്ട പോലത്തെ ഒരു സിമ്പിൾ ആണത്. റെഡിയാണോ? ഇതിനെ നമ്മളൊരു എക്സ്പ്രഷൻ ആക്കി കഴിഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എ. ഈ കാണുന്ന ഇന്റർസെക്ഷൻ ഉണ്ടായിരിക്കണമെങ്കിൽ എക്സ് എയിൽ ഉണ്ടായിരിക്കണം. മാത്രം മതിയോ? പോരാ, എക്സ് അതുപോലെ തന്നെ ബിയിൽ ഉണ്ടായിരിക്കണം. ആൻഡ് എക്സ് എലമെന്റ് ഓഫ് ബി. അതായത് കോമൺ എലമെന്റ്സ് ആണ്.
കോമൺ ആവണം എന്ന് പറഞ്ഞാൽ രണ്ടിലും വേണ്ടേ? അഥവാ എയിലും ബിയിലും രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു വെൻ ഡയഗ്രാം യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ പെട്ടെന്ന് മനസ്സിലാവും. ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ സെറ്റ്. ഈ കാണുന്നത് സെറ്റ് എ, ഇത് സെറ്റ് ബി. അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ഏതാ? എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള റീജിയൻ ദാ ഈ കാണുന്ന ഭാഗമാണ്. ദിസ് ഈസ് നോൺ ആസ് എ ഇന്റർസെക്ഷൻ ബി. അവിടെ വല്ല എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതാണ് എയുടെയും ബിയുടെയും ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ട്രിവിയൽ എക്സാമ്പിൾ ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ. ലെറ്റ്സ് സേ സെറ്റ് എ എന്ന് പറയുന്നത് 1, 2, 3 and set B is 2, 5, 10. അങ്ങനെയാണെങ്കിൽ what is A intersection B? A intersection B is a set of all x such that x element of A and x element of B ആ കാണുന്ന ഇന്റർസെക്ഷനിൽ ഉണ്ടായിരിക്കണമെങ്കിൽ അത് എയിലെയും ബിയിലെയും എലമെന്റ് ആയിരിക്കണം. ഏതാണ്? 1 രണ്ടിലും ഉണ്ടോ? ഇല്ല. 2 രണ്ടിലും ഉണ്ടോ? യെസ്. 3 ഉണ്ടോ രണ്ടിലും? ഇല്ല. പിന്നെ ഇതാ ഇവിടുത്തെ ലെറ്റേഴ്സ് സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ 3 ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മതി, അവിടെ ഉണ്ടോ നോക്കണ്ട. അപ്പൊ അവിടുത്തെ ലെറ്റേഴ്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണല്ലോ 10 അവിടെ വരുന്നത്. ഇപ്പൊ 10 അവിടെ മാത്രമേ ഉള്ളൂ, 5 അവിടെ മാത്രമേ ഉള്ളൂ. സോ A intersection B contains only one element which is 2. റെഡി ആണോ? സോ അപ്പൊ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. എന്താണ്? കോമൺ ആയിട്ടുള്ളത്. യൂണിയൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കമ്പൈൻ ചെയ്തത്. അതിന്റെ ഈ വേർഡിങ്സും നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാണുന്ന സെറ്റ് എയും ബിയും കൂടെ ആൻഡ് അഥവാ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് അതാണ് ഇന്റർസെക്ഷൻ. അതേസമയം യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓർ ആണ്, എയ്തർ ഇൻ എ ഓർ ഇൻ ബി. അതേസമയം ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ദ എലമെന്റ് ഹാസ് ടു ബി ബോത്ത് ഇൻ എ ആൻഡ് ഇൻ ബി. സോ ആ വേർഡിങ്സ് എ ഓർ ആൻഡ് എന്ന് പറയുന്ന വേർഡിങ്സ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത് നമ്മൾ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ. Properties of intersection. Properties of intersection. Properties of intersection. First one, A intersection B, B intersection A. So Venn diagram use ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വരച്ചതാണ് യൂണിവേഴ്സൽ സെറ്റ്, സെറ്റ് എ, സെറ്റ് ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും ഈ കാണുന്ന റീജിയൻ ആണ്. ഇനി ബി ഇന്റർസെക്ഷൻ എ എന്ന് പറഞ്ഞാലും ആ റീജിയൻ ആണ്. അത് ഈക്വൽ ആണ്. റെഡി ആണോ? അടുത്തത് രണ്ടാമത്തത് അസോസിയേറ്റിവിറ്റി ചെക്ക് ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി, അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി. സോ 3 സെറ്റുകളുടെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി ആണ്. Let's say this is A, this is B. So നമുക്ക് A intersection B എന്ന് പറയുന്നത് it's nothing but this region. ഇനി ആ കാണുന്ന A intersection B യും C യും കൂടെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതേതാ? C യുടെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ C യുമായിട്ട് അത് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇതാണല്ലോ C, ഇതാണ് C. ഓക്കെ, സി യുമായിട്ട് നിങ്ങൾ അത് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന റീജിയൻ ആണ് വരിക. ഓക്കെ, ആ കാണുന്ന 3ന്റെയും കൂടെ ഇന്റർസെക്ഷൻ. അതേസമയം നമുക്ക് ഇതിന് വേറൊരു ഫിഗർ വരയ്ക്കാം. നമ്മളിപ്പോ ഇത് ചെയ്തത് എന്താ? ആദ്യം ചെയ്തത് ഈ കാണുന്ന സ്റ്റെപ്പാണ് ഇപ്പൊ നമ്മൾ ഇതിൽ ചെയ്ത്, ഈ ഫിഗറിൽ ചെയ്ത്. രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ബി ഇന്റർസെക്ഷൻ സി ചെയ്യും. സെറ്റ് എ, ബി ആൻഡ് സി. എ, ബി, സി. ആദ്യം ചെയ്യേണ്ടത് ഏതാ? ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബി ഇന്റർസെക്ഷൻ സി. ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് ഈ കാണുന്ന റീജിയൻ ആണ്, ബിക്കും സിക്കും കോമൺ ആയിട്ടുള്ളത്. ഇനി അത് എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? അത് എയുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഈ കാണുന്ന റീജിയൻ ആയിരിക്കും. ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ഓക്കെ, ഇതാ ഈ കാണുന്ന റീജിയണും ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ കാണുന്നത് അസോസിയേറ്റിവിറ്റി അഥവാ എ ബി സി 3 ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ അതിന്റെ ഓർഡറിനൊന്നും യാതൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അസോസിയേറ്റീവ് ലോ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അടുത്തത് തേർഡ് വൺ, എ ഇന്റർസെക്ഷൻ 5. എ ഇന്റർസെക്ഷൻ 5. എയും 5യും കൂടെ കോമൺ എലമെന്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിട്ടും കാര്യമില്ല, 5ൽ വല്ല എലമെന്റ്സ് ഉണ്ടോ? സോ സ്വാഭാവികമായിട്ടും വാട്ട് ഈസ് ദ കോമൺ എലമെന്റ്സ്? കോമൺ എലമെന്റ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ദിസ് വിൽ ബി എ നൾ സെറ്റ്.
എയും ഫൈയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദ റിസൾട്ട് വിൽ ബി 5. ഫോർത്ത് വൺ, എ ഇന്റർസെക്ഷൻ എ. എയും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എയിലെ എലമെന്റ്സും കൂടെ കോമൺ എലമെന്റ്സ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്ന എല്ലാ എലമെന്റ്സും തന്നെ കാണും. സോ ദിസ് വിൽ ബി എ ഇറ്റ്സെൽഫ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ഈസ് എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? യൂണിവേഴ്സൽ സെറ്റുമായിട്ട് ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് യു, ഇതാണ് എ. ഇതിലെ കോമൺ എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിനും കൂടെ കോമൺ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ. സോ എ ഇന്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് ഈസ് നത്തിങ് ബട്ട് എ ഇറ്റ്സെൽഫ്. സോ ഇത്രയൊക്കെയാണ് ഇന്റർസെക്ഷന്റെ പ്രോപ്പർട്ടീസ്. മനസ്സിലാക്കുക എന്താണ് യൂണിയൻ, എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക. എന്താണ് ഇന്റർസെക്ഷൻ, കോമൺ ആയിട്ടുള്ളത് മാത്രം നോക്കുക. റെഡിയാണോ? ഒരു ഓപ്പറേഷനും കൂടെ പറഞ്ഞ് നമുക്ക് സെറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക് വൈൻഡ് അപ്പ് ചെയ്യണം. ഓക്കെ, സോ അടുത്ത ഓപ്പറേഷൻ, തേർഡ് വൺ, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ്. It's nothing but let A be any set. Set A എന്ന് പറയുന്നത് ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ഏതൊരു സെറ്റ് ആയിക്കോട്ടെ. The complement of set A is a set which contains all the elements in universal set which are not in A. എയിലുള്ളതല്ലാത്ത എല്ലാ എലമെന്റ്സും കണ്ടെയ്ൻ ചെയ്യുന്ന സെറ്റ്, അതാണ് എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുള്ളത് എ ഡാഷ് എന്നാണ്. ഇത് വായിക്കേണ്ടത് എ കോംപ്ലിമെന്റ്. അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? എ കോംപ്ലിമെന്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ആൻഡ് എക്സ് നോട്ട് an element of A. എയിലില്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിലുള്ളതുമായിട്ടുള്ള എല്ലാ എലമെന്റ്സിന്റെയും കൂടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോംപ്ലിമെന്റ്. സോ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്, ഇതാണ് സെറ്റ് എ എങ്കിൽ ഈ കാണുന്ന റീജിയൻ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സെറ്റ് എക്ക് പുറത്തുള്ളതും യൂണിവേഴ്സൽ സെറ്റിന്റെ ഭാഗവുമായ എല്ലാ എലമെന്റ്സും കൂടെ വരുന്ന ഈ റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് വിളിക്കുന്നത്. റെഡിയാണോ? സോ അതിന്റെ ചില പ്രത്യേകമായ ചില കാര്യങ്ങൾ. Number 1, what is A union A complement? എയും എ കോംപ്ലിമെന്റും കൂടെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഈ കാണുന്ന സെറ്റും ഇതിന്റെ പുറത്തുള്ളതും കൂടെ യൂണിയൻ എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇറ്റ്സ് എ യൂണിവേഴ്സൽ സെറ്റ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താൽ അതല്ലേ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. അതേസമയം എയും എ കോംപ്ലിമെന്റും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാലോ, എയും എ കോംപ്ലിമെന്റും കൂടെ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തില്ല? അവിടെ കോമൺ ആയിട്ടുള്ള വല്ല റീജിയനും ഉണ്ടോ? എ ആണ് സെറ്റ് എക്ക് പുറത്തുള്ളതാണ് എ കോംപ്ലിമെന്റ്. സോ ആ കാണുന്ന ഇന്റർസെക്ഷൻ ഈസ് ഗോയിങ് ടു ബി 5 itself. സോ അതൊരു ഇമ്പോർട്ടന്റ് സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആണ്. സോ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള സെറ്റ്സിന്റെ ഓപ്പറേഷൻസ്. യൂണിയൻ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക, ഇന്റർസെക്ഷൻ കോമൺ എലമെന്റ്സ് ആൻഡ് കോംപ്ലിമെന്റ് അതിന് പുറത്തുള്ള യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ള മുഴുവൻ. ഓക്കെ, ആ എ എന്ന് പറയുന്ന ക്ലോസ്ഡ് കർവിന് പുറത്തുള്ള എല്ലാ കൂടിയതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. റെഡിയാണോ? സോ ഇതിലെ കുറച്ച് എക്സസൈസും കൂടെ ചെയ്തു കഴിഞ്ഞാൽ സെറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് അവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ഹോംവർക്സ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള എക്സസൈസ് പ്രോബ്ലംസ് ആണ്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കാണാം. ഈ കാണുന്ന ഹോംവർക്സ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ,
സോ ഇതോടുകൂടി നമ്മൾ സെറ്റ്സ് എന്ന് പറയുന്ന ആ ടോപ്പിക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മാത്സ് നിങ്ങൾക്ക് +1 ആക്ച്വൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ബട്ട് അതിലെ ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്താണ് ഒരു സെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. 1-2 സെറ്റുകളെ യൂണിയനോ ഇന്റർസെക്ഷനോ എടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്യാനറിയാം. സെറ്റുകളുടെ റെപ്രസെന്റേഷൻസും നിങ്ങൾക്ക് അറിയാം. സോ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. എനിവേ, സോ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു.